ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അതിദാരുണമായ പീഡാസനത്തെയും കുരിശുമരണത്തെയും, കുരിശിൽ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തിയ വിലതീരാത്ത രക്തത്തെയും കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നുവല്ലോ. ഇന്ന് മുറിവുണക്കുന്ന സൗഖ്യദായകമായ യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പത്രോസ് ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു: അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഇതേ ആശയം തന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം വാക്യത്തിൽ, 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ സഹനദാസനെ കുറിച്ചുള്ള പ്രവചനത്തിൽ യെശയ്യാ പ്രകാരം പ്രവചിക്കുന്നുണ്ട്: അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി. യേശുവിൻ്റെ രക്തം നമ്മളുടെ ജീവിതത്തിലെ ആത്മീകവും മാനസികവും ശാരീരികവുമായ മേഖലകളിൽ സൗഖ്യമുളവാക്കുന്ന, മുറിവണക്കുന്ന അത്ഭുതകരമായ ശക്തിയാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ രക്തത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാണവായുവിനെ ശരീരത്തിലുടനീളം സംവഹിക്കുന്ന രക്തം ശരീരത്തിന് ആവശ്യമായ ഊർജം ഓരോ കോശത്തിനും ലഭിക്കുന്നതിനും, ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്ന് കോശങ്ങൾ അവശേഷിക്കുന്ന മാലിന്യങ്ങളെ സിരകളിലൂടെ പുറന്തള്ളുന്നതിനും രക്തമാണ് സഹായകമാകുന്നത്. ഇത് നമുക്ക് അദൃശ്യമായ കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിയുമ്പോൾ രക്തം ആ ഭാഗത്തേക്ക് വന്ന് കട്ട പിടിച്ച് ആ മുറിവിനെ ഉണക്കിക്കളയുന്നത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. രക്തത്തിന് ഈ മുറിവുണക്കുന്ന സിദ്ധി ഇല്ലായിരുന്നെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ വ്രണമായി മാറിയേനെ. യേശുവിൻ്റെ തിരുരക്തം സൗഖ്യദായകമാണ്, മുറിവുണക്കുന്നതാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സൗഖ്യദായകമായ ഈ ശക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മളേൽക്കുന്ന പീഡകളും അപമാനങ്ങളും നിന്ദനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ മുറിവുകളായി അവശേഷിക്കുന്നെങ്കിൽ സ്വയമേ അവ ഉണങ്ങി നവോന്മേഷത്തിൽ കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിൽ മുറിവുകൾ അവശേഷിക്കുന്ന മേഖലകളിൽ സൗഖ്യദായകമായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കുരിശിൽ അവൻ പീഡകളേറ്റതും മുറിവേറ്റതും അവൻ്റെ തിരുമുറിവുകളിലൂടെ രക്തമൊഴുകിയതും നമ്മളുടെ ജീവിതത്തിൽ സൗഖ്യത്തിൻ്റെ അനുഭവമായിട്ട് മാറണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിലുള്ള മുറിവുകൾ ഒരു മുറിവേറ്റ മൃഗത്തെ പോലെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പകയോടെ, നിരാശയോടെ, മറ്റുള്ളവരോട് നിന്നകലുന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോകേണ്ടവരല്ല നമ്മൾ. പിന്നെയോ മുറിവുണക്കുന്ന സൗഖ്യദായകമായ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും, പ്രത്യേകിച്ച് മുറിവുകൾ അവശേഷിക്കുന്ന മേഖലകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സൗഖ്യം പകരുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറണമെന്ന് ഈ നോമ്പുകാലം നാം ഓർക്കുകയാണ്. ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ തിരുമുറിവുകളിലൂടെ ഈശോ നമ്മളിലേക്ക് ഒഴുകുന്ന സൗഖ്യദായകമായ രക്തത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.